ഡിസ്പ്ലേ ക്യാപ്ചർ മാറ്റിയിട്ട് ഗെയിം ക്യാപ്ചറിൽ പബ്ജി മാറ്റിയിട്ട് എക്സലാൻഡിസ് V3. ഹലോ, വെൽക്കം. താങ്ക് യു സോ മച്ച്. അമ്മയുടെ വോയിസ് മെസ്സേജ് ഞാൻ കേട്ടായിരുന്നു. മീൻസിലോട്ടടാ. എടാ, നിനക്ക് ചേച്ചി ഉണ്ടല്ലേ? ചേച്ചി എന്നെ മെൻഷൻ ചെയ്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, താങ്ക് യു എന്ന് പറഞ്ഞു. അമ്മയുടെ വോയിസ് കേട്ടപ്പോ ഞാനും ശരിക്കും പറഞ്ഞ എനിക്ക് ഭയങ്കര വിഷമൊക്കെ വന്നു. അമ്മ ഹാപ്പിയല്ലേ? അമ്മ ആദ്യമായിട്ട് കേക്കൊക്കെ മുറിച്ച്. ഓ, സെറ്റ്. ലെറ്റ്സ് ഗോ, അത്രേ ഉള്ളു. ഇന്നലെ അമ്മ വോയിസ് മെസ്സേജ് അയച്ചടാ നമുക്ക്. നമ്മൾ ഇന്നലെ പാട്ട് പാടി കൊടുത്തില്ലേ, ബർത്ത്ഡേ വിഷ് ചെയ്തില്ലായിരുന്നു? എല്ലാരും എന്തിയേ? റേഡിയോയിലുണ്ട്. 9 പേര്. 9. ഹായ് ഗൈസ്, ഹലോ. എല്ലാരും എവിടെ? നമ്മുടെ കോ ലീഡർ പിന്നെ കൂടെ വന്നില്ലല്ലോ അല്ലേ? ഓ, താത്തി വെക്ക്. ഇവിടെ ഇരിക്കട്ടെ. ഇപ്പൊ എല്ലാരും കാണാം. വെയിറ്റ്, ഇവിടെ വെക്കാം. FPS ഉണ്ട്. എടാ, ഇവിടൊക്കെ FPS ഉണ്ടോ? ഇവിടൊക്കെ 200 FPS ഒക്കെ ഉണ്ട്. ആരോ കൊണ്ടുപോയിരുന്നു കേട്ടോ. ആരോ കൊണ്ടുപോയി? ചന്ദ്രന്റെ ഭാര്യ? എന്തിനു വർത്താനോ? നിന്റെ ചേട്ടനുള്ള ആളല്ലേ? നിന്റെ ഏട്ടത്തിയമ്മ? അല്ല, അങ്ങനല്ല, ആയില്ലല്ലോ. നമ്മള് കല്യാണം നടത്താൻ പോണല്ലേ ഉള്ളു. എന്നാലും അത് എത്ര വർഷമായിട്ട് അവർ ഒരുമിച്ച് ഇത് വെക്കണതല്ലേ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. നമ്മള് ഭയങ്കര കാഷ്വലായിട്ട് ചന്ദ്രന്റെ ഭാര്യ ആരോ കൊണ്ടുപോയായിരുന്നു. ഇങ്ങനെയാണ് നീ പറഞ്ഞു. നീ ഒന്നുകൂടെ കേട്ടു നോക്കിയേ. നമ്മള് അങ്ങനെയാണല്ലോ പറയുന്നത്. എടാ, ഇങ്ങനത്തെ കാര്യം പറയുമ്പോ ഇനി തൊട്ട് ഒരാളടുത്ത് പറയുമ്പോ ചന്ദ്രന്റെ ഭാര്യ ആരോ കൊണ്ടുപോയി എന്താന്ന് ഒന്നും അറിഞ്ഞൂടാ. ആ ടോൺ വരണം, മനസ്സിലായ? ക്യാം ഓഫ് ആക്കാൻ, സ്ട്രീം ഓഫ് ആക്കാൻ പോയപ്പോഴേ നമ്മൾ നോക്കുമ്പോ BC-യുടെ സിറ്റുവേഷൻ അല്ല, അലീനെ കൊണ്ടുപോയത് BC-യുടെ എന്തോ എന്തിനാ കൊണ്ടുപോയത് സംഭവം എനിക്ക് അറിഞ്ഞടാ. എനിക്ക് ക്ലിയർ അല്ല. ഞാനും വന്നപ്പോ ഇത്രയൊക്കെ അറിയുന്നുള്ളൂ. അലീനെ തിരക്കി പോയാലോ? ഇല്ല, രക്ഷപ്പെടുത്തി. അതെല്ലാം കഴിഞ്ഞ് അവര് നമ്മള് നോക്കുമ്പോഴേ BC-യുടെ 30 പേരെ എന്നിട്ട് നമ്മളവിടെ ചെന്ന് നമ്മളൊരു 30 പേര്, KV ഒരു 30 പേര്, മൊത്തം 60 പേര് അവരുടെ യാങ്ങത്തിന്റെ ഫ്രണ്ടില്. ഇച്ചിരി കൊണ്ടുവരുന്നത്. ഓ, ഡെവിളിന്റെ എന്തുവാ സിസ്റ്റർ അങ്ങനെ എന്തോ ആണ് അവിടെ അലീന, മനസ്സിലായോ? വന്ന് നമ്മളും വന്ന്. ഏത് ഡെവിളിന്റെ? KV ഡെവിളിന്റെ തന്നെയാണെന്ന് തോന്നുന്നു. ബന്ധങ്ങൾ പല രീതിയിലാണല്ലേ? KVയിലെ ഡെവിളിന്റെ അളിയൻ, TVയിലെ ചന്ദ്രബോസ്. സത്യം ചോദിക്കാൻ ചെല്ലുന്ന 60 പേരൊക്കെ. അതുപോലെ എന്റെ ഡാഡിയുടെ ബോൾ അലീന. വാവ്. അതെ, ബന്ധങ്ങൾ പലവിധം. എടാ മണ്ട, അത് അലീന അല്ല, ട്രീസയാണെന്നാണ് എനിക്ക് സാറ്റലൈറ്റ് ചെയ്ത് കിട്ടിയ ഇൻഫർമേഷൻ. ട്രീസയാണ് എനിക്ക് പെണ്ണുങ്ങളുടെ അല്ല, ട്രീസയായിട്ട് നമുക്ക് എന്താ ബന്ധം? ട്രീസയായിട്ട് വേണമെങ്കിൽ ഞാനൊരു ബന്ധം ഉണ്ടാക്കാം. ഇങ്ങനല്ലേ ബന്ധങ്ങൾ? അതെ, ഇങ്ങനെയാണ് ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. വന്നേ ആൾത്തെ ഉണ്ട്. അണ്ണന്റെ അതേ ഫോണിൽ തന്നെ ഇരുന്ന ആള്. ഞാൻ ജോണി മാമന്റെ അടുത്തോണ്ട് വിളിച്ചിട്ടുണ്ട്. അവര് വാസ്കോയുടെ ഗേൾഫ്രണ്ട്. വാസു എവിടാ? ജോക്കി എവിടെ? എവിടാ കുട്ടാ? നീ 10 സെക്കൻഡ് എണ്ണത്തിന് പോയി വിളിച്ചില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഓറ പോയതിന്റെ ഓറമാരൊക്കെ ഉണ്ടല്ലോ. ഫോട്ടോ അയച്ചിട്ട് ഈ അപ്പൂട്ടം പറയോ, ഞാൻ പറഞ്ഞു 10 സെക്കൻഡ് വാസു വിളിക്കുന്ന പറയുക. പിന്നെ കൊറേ വിളിച്ചു തന്നെ, അമ്മ ഫോൺ പോലെ. ജോക്കി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ചത്ത് കിടക്കുവാണെ പോലും എന്റെ ശവം എണ്ണീറ്റ് കോൾ വിളിക്കും ജോക്കിയുടെ ഒരു മെസ്സേജ് കണ്ട. കേട്ടോ, ഇത് ക്ലിപ്പായി മോനെ. എവിടെ നിക്കുന്നത്? ഞാൻ ജോക്കി എവിടെ നിക്കുന്നത്? മുതുക്ക് ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. കേക്ക് നിൽക്കുന്ന കാണാൻ പോണോ? നീ
ഓ ഞാൻ വരുന്നത്. എടാ നിനക്ക് അറിയാത്ത കാര്യങ്ങൾ എന്നോട് വന്ന് പറയല്ലേ ലക്ഷ്മേ. ഈ ട്രീസ ഇല്ലേ അത് വാസ്കോടെ ലവർ എന്തോ ആണ് ഇപ്പൊ ഒരു അടിയായേനെ ഇപ്പൊ. എന്തൊക്കെയാ നീ പറയണേ? നമുക്കെന്താ ബന്ധം? എടാ വാസ്കോടെ ലവർ ട്രീസയുടെ ചേട്ടൻ ഡെവിൾ. ബന്ധം നമ്മളായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞു ബന്ധമുണ്ട് കേട്ടോ. വാസ്കോടെ ഗേൾഫ്രണ്ട് ട്രീസ, ട്രീസയുടെ ചേട്ടൻ ഡെവിൾ, ഡെവിളിന്റെ ഏറ്റവും വലിയ ചേട്ടൻ കാർലോയുടെ അച്ഛൻ അപ്പാപ്പൻ, എന്റെ അച്ഛനും അപ്പാപ്പൻ. ഇപ്പം നമ്മൾ റിലേറ്റീവ്സ് ആയില്ലേ? ബന്ധങ്ങളിങ്ങനെ നീണ്ടു നിറന്ന് കിടക്കല്ലേ? മുതുക്ക് വരെ പോവാ അല്ലെ? പുള്ളി അറിയാം, പുള്ളി ചിലപ്പോ 1 മിനിറ്റിൽ പുള്ളി അവിടെ എത്തിയില്ലെങ്കിൽ ചിലപ്പോ ഭൂമി ഇടിഞ്ഞ് വീഴുന്നൊക്കെ പറഞ്ഞ് അവിടെ ബസ് ഇറക്കി ഇരിക്കുമായിരിക്കും. വാ എടാ വേണ്ട സ്കേറ്റിംഗ് ബോർഡ് ഞാൻ പ്രോ ആണ് കേട്ടോ. എന്റെ സ്കിൽസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയൊക്കെയാണല്ലേ ബന്ധങ്ങൾ വളരുന്നേ? അണ്ണാ നമുക്ക് റൈസ് കഴിക്കാം. അണ്ണാ നീ പോയല്ലേ ഇരിക്കി. എന്താ ഞാൻ കുറച്ച് സ്പീഡിലാ. ഞാൻ പണ്ടോട്ട് ഞാൻ പറഞ്ഞ ചാമ്പ്യൻ ആയിരുന്നു പണ്ട്. റൈസ് വെക്കാം. ഞാൻ കേൾക്കാത്ത പോലെ നടിക്കുക. മിസ്റ്റർ വാസു എവിടെ? ആ സൂപ്പർമാൻ എവിടെ ഉണ്ട്? ഒരു എമർജൻസി കേസ് ഉണ്ട്, അത് പാസ് ഔട്ട് ചെയ്തു. നീ എവിടെയാണ്? അവൻ കിക്കായിട്ടാ ടിജി അഖിൽ ജോൺ. എടാ ടിജി അടിച്ചിട്ടാ. എവിടെയാണ്? ചുമ്മാ വീഡിയോ കിക്കാതാണോ? അവിടെ നിന്ന് വരുമ്പോഴേ ഇതേപോലെ 2 അവിടെ തിരിച്ചെടുക്കണോ? തിരിച്ചെടുക്കണ്ടേ ബ്രോ? വണ്ടി ഒന്നും മാറ്റി തരും. എന്റെ ഒരു സ്കേറ്റ് ബോർഡ് അടി കിടന്നത് പറയണേ. ഇപ്പൊ അതുകൊണ്ട് പോയതേ. എല്ലാം എന്റെ മിസ്റ്റേക്കാണ്. ഇറ്റ്സ് ഓക്കെ. ഷീൽഡ് ഒന്നും ഇല്ല ഇങ്ങനത്തെ. ഷീൽഡൊന്നും ഇല്ല. ഹലോ ഹലോ തൊണ്ട ക്ലിയർ ആണോ? കറക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയായിരുന്നു. ഓൾ ഗുഡ്, പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് ബ്രോ. മെറ്റടിച്ച് വന്നേരടാ. ഞാൻ 2 വെടി വെച്ചപ്പോഴല്ലേ നീ പോയത്? അതല്ല ഞാൻ ഫുഡും വെള്ളവും ചോദിക്കാനായിട്ട് വന്നതാ. പിന്നെ ഗ്യാങ് ഫുഡും വെള്ളം കൊടുക്കുമല്ലോടാ. ഓ എവിടുന്നാണ് പറഞ്ഞു വന്നത് നീയൊക്കെ? ബാക്കപ്പ് വരണ്ടേ? അതില്ലേ നമ്മുടെ ജോലി. എങ്ങനെ എത്തി നീയൊക്കെ ഇവിടെ? റേഡിയോ കോൾ കിട്ടാൻ അന്നേരം വരും. നമ്മൾ ഇത്തിരി ഫാസ്റ്റ് ആണ്. ഓ നല്ലായിരുന്നു. ഞാനൊന്ന് വണ്ടി എടുത്തോട്ടെ. ഏതാ കണ്ട അബദ്ധത്തിൽ അടിച്ചിട്ട് അങ്ങനെ. ഇനി സീരിയസ് ആയിട്ടാണോ അടിച്ചിരുന്നെങ്കിലോ? ഇവന്മാരൊന്നും റേഡിയോയില് പോലും ഇല്ല. കൊമ്പനെടുക്കാം. ഹലോ ഇതാകുമ്പോ ടീച്ചർ ഉറപ്പായിട്ടും തല്ലിക്കോളൂ. എല്ലാരും കേറ്. തോളത്തൊക്കെ എടുത്ത് ഓരോരുത്തരെ എല്ലാം അടിക്ക് കയറ്റി കേട്ടവാ. ഡിക്കിയിരുന്ന കേട്ടോ വീട്ടിൽ. ஹலோ ഞാൻ ഇരിക്കേണ്ടി எனக்கு ஒரு பெரிய இன்ஃபர்மேஷன் கிட்டியிருக்கு. എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റുന്ന ഇൻഫർമേഷൻ ആണോ? ഇല്ല. അപ്പൊ പിന്നെ എന്തിനാ ഇപ്പൊ പറയുന്നത്? ஒரு செகண்ட் നമ്മൾക്ക് നീ വണ്ടി നിർത്ത്. ഇല്ല അതിന് വഴിയുണ്ടാക്കാം. കോച്ച് വഴിയുണ്ടാക്കാം. എടാ ഇവിടെ അടുത്തുള്ള എന്തോ പെട്രോൾ പമ്പിൽ കൊണ്ട് ഇടിച്ച് കയറ്റാണേ. എന്താ ഇതിനൊക്കെ വഴിയില് ബ്രോ ഒന്ന് ഒതുങ്ങി നിൽക്കൂ ബ്രോ. ഹലോ എടാ ഞാൻ ആരോട് വിട്ടിയാലും എന്താ കണ്ടിട്ട് മനസ്സിലായില്ല കക്കാച്ചി. സോറി കക്കാച്ചി. അല്ല ഞങ്ങളിപ്പോ ഒരു TG ആയിട്ട് ഒരു ജസ്റ്റ് റെഡി ആയിട്ട് വന്നുള്ള റോഡ് ചെയ്തേ, അതുകൊണ്ടാണ്. ഇച്ചിരി മാസ് കാണിച്ചിട്ട് വരുന്ന വഴിയായിരുന്നു. ഓറൊക്കെ പോയി കേട്ടാ പെട്ടെന്ന്. ഓക്കെ ഞാൻ ഇങ്ങനെ ചാടി കയറി ബിഹേവ് ചെയ്യണം. ഞാൻ കുറച്ച് കൂളാവണം അല്ലേ? അതെ
അടുത്ത് പറ ഹലോ കണ്ട ഇപ്പൊ തന്നെ എന്റെ ടെമ്പർ പോയി കണ്ട അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര ഇതാണ്. ജോക്കി എവിടെ നിക്കണ മുതുക്കില്? ദൂരെ എവിടെ നോക്കിയാലും കാണും. നമുക്ക് നോക്കാം. ജോക്കി എവിടെ നിക്കുന്ന മുതുക്കിൽ എവിടെ? ബാക്കിൽ മുതുക്കിന്റെ അകത്ത് ഇപ്പോഴൊരു കാര്യം പറയാം. വണ്ടി കത്തിട്ട് കുറെ നേരം എടാ ജോക്കി എടുത്തൊന്ന് റിപ്പയറിനോട്ടൊന്ന് അവിടെ വണ്ടി കൊണ്ടിടാൻ പറ്റത്തില്ല. വാ ഇപ്പമാര് കുറെ പേരാണ് വണ്ടിക്ക്. ഇങ്ങോട്ടൊന്ന് നടന്നു വരാൻ പറയോ? അത് വിഷമാവും ചിലപ്പോൾ പുള്ളിക്ക്. ഞാൻ അങ്ങോട്ട് വരാം വെയിറ്റ്. ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റുന്നില്ല ബ്രോ. ലൊക്കേഷൻ ആക്കി ഞാനിപ്പോ വീട്ടിലോട്ട് വരാം. ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഒരു സെക്കൻഡ്. അല്ല ഒന്നും ചെയ്യാനില്ല. ഇനി പറഞ്ഞു കൊടുത്തിട്ട് ജോക്കി. ഹലോ മോനെ. എടാ ആരെങ്കിലും ഒരാൾ ഇറങ്ങി ഒരാളെ കൂടെ തലേ കേട്ടറാ. എന്നിട്ട് ജോക്കിയെ കേട്ടറാ. ഇത്രയും കുട്ടിപ്പട്ടോ ഞാൻ ഇത്രയും ആൾക്കാരുണ്ടോ? എടാ ഇവനെ കൂടെ ആരെങ്കിലും തോളത്ത് കേട്ടറാ. നാളെ നിന്നെ ഞാനൊന്ന് എടുക്കുന്നുണ്ടല്ലോ. ചന്ദ്രൻ വന്നോ? ഒരു ബാൻ കിട്ടുമ്പോ അത് തീരും കൊണ്ടായത്. പെർമനന്റ് ബാൻ മേടിച്ചു പോയതൊക്കെ എന്നെ ഉപദേശിക്കണേ. പരിപാടി പെർമനന്റ് ബാൻ മേടിച്ചവനൊക്കെ എന്നെ വെറുതെ ഉപദേശിക്കണം. നിങ്ങളല്ലേടാ ഈ ബീഡിനെ കൊണ്ട് വള്ളിയൊക്കെ അടുപ്പിച്ചിട്ട് ഒരു വണ്ടിയിൽ പോയെന്ന്. അടുത്ത് പറയാം. ആരച്ചു പ്ലീസ് ആ ലൂപ്പിലോട്ട് പോയല്ലേ. ഇല്ല എനിക്കൊന്നും പറയാനില്ല. സാമാനം പൊക്കി റോഡിനകത്തുള്ള സ്കേറ്റിംഗ് ബോർഡും ചുമ്മാ ആദ്യം ആരാന്നറിയിട്ട്. ഹലോ സുഹൃത്തേ, സുഹൃത്തെ ഇങ്ങനെയൊക്കെയാണോ റോഡിൽ നിൽക്കേണ്ടത്? സുഹൃത്തെ ഇവിടെ സ്കേറ്റിംഗ് ബോർഡായിട്ട് നടന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണോ? അയ്യോ സുഹൃത്തെ ഇത് ഓച്ചില്ലയിലല്ല. നമ്മള് വിട്ട് വരുമായിരുന്നു, കണ്ടില്ല. ഞാൻ ഒരാളെ ഇടിച്ചു കൊന്നു അറിയാതെ. പൊങ്ങിയല്ലേ? ഓ ഓക്കെ സുഹൃത്തെ. കുഴപ്പമുണ്ടോ ചെറുതായിട്ട്? പിന്നെ നമുക്ക് കുഴപ്പമുണ്ടെന്നേ. നമ്മുടെ ഭാഗത്ത് തെറ്റാണത്. നമ്മുടെ ഭാഗത്ത് തെറ്റാണ്. നമ്മുടെ മിസ്റ്റേക്ക് ആണ്. സോറി ബ്രോ. തെറ്റാണ്. നമ്മുടെ ഭാഗത്ത് തെറ്റാണെങ്കിലോ? ഇല്ല നമ്മുടെ ഭാഗത്ത് തെറ്റാണെങ്കിലോ വാസുവേ ബ്രോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? നമ്മുടെ ഭാഗത്താണല്ലോ തെറ്റ്. ഇത് ശരിക്കും ഞങ്ങളുടെ മിസ്റ്റേക്കാ ബ്രോ. ഇത് ഞങ്ങളുടെ മിസ്റ്റേക്കാ. സത്യമായിട്ട് ഞങ്ങളുടെ മിസ്റ്റേക്കാ. നമ്മുടെ മിസ്റ്റേക്ക് ആണ്. 100% നമ്മുടെ മിസ്റ്റേക്ക് ആണ്. അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. അത് നിങ്ങൾ ഏറ്റെടുക്കരുത്. ഞങ്ങളുടെ മിസ്റ്റേക്കാണ്. ഓക്കെ ബ്രോ. ഓക്കെ സോറി ബൈ. പോയിട്ട് പക്ഷെ അതില് ഞങ്ങളുടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതില് ചെറുതായിട്ട് നമ്മുടെ ഭാഗത്ത് തെറ്റ്. ഓ ഇത് മറ്റേ TBS സാത്താനാണോ? മനസ്സിലായില്ലേ? തെറ്റാണ്. വിളിച്ച് നമുക്കേ ഇപ്പൊ വാസുവായിട്ട് KK ഒന്ന് കാണാൻ പോവാം. എവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡിലുണ്ട്. ഉടനെ ഒരു TV vs KV ആവും. എടാ ഹരി ഒന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കണേ. അങ്ങനല്ല, ഇന്നല്ല, ഉടനെ. അത് നമുക്ക് പെട്ടെന്നൊരു കോള് വന്നേ. നമുക്ക് വിചാരിക്കാത്തൊരു കോള് വന്നേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ജോണി പാപ്പ റെഡി ആയിട്ട്. ജോണി പാപ്പന്റെ സൈഡ് പറഞ്ഞതല്ല അവിടുന്ന് ആള് വരും. ഇവിടുന്ന് ജോക്കിയുടെ പേര് പറഞ്ഞതല്ല ഇവിടുന്ന് കുറച്ച് വരും. പെണ്ണ് കാണാനൊന്നും പോവാല്ലോ. സംസാരങ്ങൾ ക്ലിയർ അല്ലേ ഇവര് തമ്മിലുള്ള? കയ്യില് മതി. മെസ്സേജ് നോക്കുന്നോ? KK ലൂപ്പോ? ബ്രോ അതൊരു ലൂപ്പല്ല ബ്രോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഒരു ക്യാരക്ടറിന്റെ അടുത്ത് നമ്മൾ കാണാൻ പോവാന്ന് പറഞ്ഞാൽ ബ്രോ ഇതൊക്കെ ഗ്യാങ് റിലേഷൻസാ. ഇതൊക്കെയാണ് RP. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു ദിവസം KK, അടുത്ത ദിവസം KKയുടെ ഭാര്യയുടെ കൂടെ ഡേറ്റിംഗ് ചെയ്യാൻ പറ്റുമോ? അയാൾ എന്നെ വെട്ടിക്കുഴിച്ചിടൂലേ? എടാ ഇതാണ് RP ലിറ്ററലി. അല്ലാതെ ഒരാളെ തന്നെ കാണാൻ പോണെന്നല്ല. ഇതാണ് ശരിക്കും ഗ്യാങ് RP. നമ്മുടെ മുകളില് ഹൈറാർക്കി ഉള്ള ഒരു ടീമാണ് മിസ്റ്റർ എക്സ്. അവരുമായിട്ട് നമ്മള് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഷൻ ഉള്ളതാണ് എപ്പോഴും നല്ല RP എന്ന് പറയണത്. മനസ്സിലായ? KK ലൂപ്പ് എന്നല്ല, അതൊരു കിടില RP. അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്ന ആ രീതിയിൽ നിന്നാ നിങ്ങൾക്ക് അത് മനസ്സിലാവും. മെസ്സേജ് എന്താ? ഉടുപ്പില്ലാതെ ഇതെന്താ സൈഫർ? ഗോഡ് റബേക്ക. ഇതെല്ലാം പഴയ മെസ്സേജ് അല്ലേ? ഇങ്ങോട്ടോ സീക്രട്ട് ഉണ്ട്. ഭയങ്കര പ്രൈവസിയാണ്. വൈഫ് എങ്കിൽ വൈഫ് എന്ന്
വൈഫോക്ക് നിനക്കൊക്കെ എന്താണ് നിനക്കൊക്കെ മഴ കണ്ടിട്ട് പൊക്കോളെ കാര്യം പറഞ്ഞേക്കാം. എനിക്ക് മുതുക്കിലിട്ടേച്ച് പോയല്ലേ. ജോക്കി എങ്ങോട്ട് പോയി? പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? പിന്നെ ജോക്കി എത്ര വേണം? രണ്ടെണ്ണം മതി. ഗീവ് ഒരെണ്ണമാണോ കിട്ടിയത്? നിക്ക് 3 തരാം. ഗീവ് കിട്ടിയോ? കിട്ടിയില്ലേ ജോക്ക്? ഹലോ കിട്ടി. ഇത് പറയാൻ പോകുന്ന കാര്യം നമ്മളുടെ ഗ്യാങ്ങിനും നമ്മളുടെയും നല്ലതിന് വേണ്ടി മാത്രമാണ്. നമ്മൾ കുറച്ച് കള്ളമൊക്കെ കാണിക്കണം ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ. ജോക്കി എനിക്ക് പറ്റില്ല ജോക്കി. അത് ഞാൻ പറയാം ജോക്കി, എനിക്കൊരു കള്ളം പോലും ഒരാളുടെ അടുത്ത് പറയാൻ പറ്റാത്ത ഒരു മനുഷ്യനെ ഞാൻ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. അതെനിക്കറിയാം, നിനക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മൾ കേക്ക് എടുത്താണ് പറയാൻ പോകുന്നത്, മനസ്സിലായോ? എനിക്ക് അങ്ങനെ ഇന്ന ആളെന്നില്ല ജോക്കി. ഞാൻ ജീവിതത്തിൽ ഒരാളുടെ അടുത്ത് പോലും ഞാൻ കള്ളം പറയാത്ത ഒരാളാണ്. എനിക്ക് അങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ? നമ്മളെല്ലാം സ്ക്രിപ്റ്റ് പ്ലാൻ ആയിട്ട് വെച്ചേക്കുവാണ്, നീ കുളവാക്കല്ലേ. ജോക്കിക്ക് വേണ്ടി ജീവിതത്തിൽ ഒരിക്കൽ കള്ളം പറയാം, ഒരിക്കൽ മതി. എന്താ പിച്ചും പറയണ? ഹലോ കേട്ടില്ല. ഹലോ അല്ല, നമ്മുടെ എന്റെ വളർത്തു ഗുണം എന്ന് പറഞ്ഞാണേ, നമുക്ക് ഇവിടെ ഇരിക്കുമ്പോ ആരും കേൾക്കത്തില്ല. ഓ അപ്പോഴത്തേക്ക് സ്ഥലം പിടിച്ചോരെ മുണഞ്ഞങ്ങള്. ഒളിഞ്ഞു കേൾക്കാൻ വരുന്നവനെ വെടിവെച്ചിടുമെന്നാണ് ജോക്കിയുടെ പ്രഖ്യാപനമേ. കള്ളതാ ആര്? ജോക്കിയെ പറ്റിയാണോ? ഒരുപാട് നാൾക്ക് ശേഷം ആർപ്പിൽ വരുന്നതാണ്. നോക്കണമല്ലോ. ജോക്കി ഇങ്ങനെ ഇരുന്നേ സംസാരിക്കാൻ പറ്റുള്ളൂ ജോക്കി. ഞാൻ ഇരിക്കാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഈ കേക്ക് എന്ന് പറയുന്നതിന്റെ കൈ ഒരു 1.5 ലക്ഷം കോടിയുണ്ട് ആസ്തി. ശരിക്കും എത്ര വാ തുറന്ന് കള്ളം പറയാം ഞാൻ. ജോക്കി ഒരക്ഷരം പോലും തെറ്റാതെ അതാണ് നമുക്ക് വേണ്ടത്. എണ്ണിക്കല്ലേ. അപ്പൊ നമ്മള് പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? യാസ്മിൻ ഉള്ളപ്പം കേക്ക് ഇല്ല, കേക്ക് ഉള്ളപ്പം യാസ്മിൻ ഇല്ല, അല്ല കേക്ക് ഇല്ലാത്തപ്പം യാസ്മിനും ഇല്ല. പക്ഷെ കേക്ക് യാസ്മിനും ഞാൻ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ആരാ പറഞ്ഞത്? രണ്ടുപേരും ഒരുമിച്ച് വരത്തുള്ളൂ, അല്ലാത്തപ്പോ രണ്ടുപേരും കാണത്തില്ല. ഓക്കെ. അപ്പൊ നമ്മളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ജോണിപ്പാപ്പനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജോണിപ്പാപ്പ നമ്മുടെ കൂടെ നിൽക്കും. ഓ മാട വിളിക്കുന്നു. ഒരു മിനിറ്റ്, ഞാൻ സ്പീക്കർ ഇടാം കേട്ടോ, കുറച്ച് ഗംഭീരത്തിലൊക്കെ ആയിരിക്കും. ഹലോ കേക്ക്, മാൻ 10 minutes നമ്മൾ വരാം. എവിടേക്കാണ്? ഓഫീസിലേക്ക്? സാധാരണ നമ്മൾ മലമൂട്ടുകളിലല്ലേ കാണാറുള്ളൂ. ഏതെങ്കിലും മലയാളം ഡാമിന്റെ വണ്ടിക്ക് പിടിക്കാം. ഡാമിന്റെ വണ്ടക്കാണല്ലേ? ഡാമിന്റെ അവിടേക്കാണ് നമ്മൾ. ഡാമിന്റെ അവിടേക്ക് ഞാനും വാസുമനും ജോണി പാപ്പനും കൂടെ അങ്ങോട്ട് വരാമേ. ഒറ്റയ്ക്കല്ലേ? ഒറ്റക്കുള്ളൂ. ആളെ കൂട്ടണോ? വേണ്ട, ഒറ്റയ്ക്ക് വന്നാൽ മതി. പിന്നെ ശരി. അവരുടെ ഇയാളുടെ ഇതും പറത്തിലും കണ്ടു കഴിഞ്ഞാൽ ഇയാളെ തമന്നേരി തട്ടിക്കൊണ്ട് പോയാൽ ഞാൻ കാര്യം പറയട്ടെ. അല്ല പിന്നെ ഇയാളുടെ കയ്യില് ഇത്രയും സാധനമുണ്ട്. അപ്പം ഞാനൊരു സാധനം അടിച്ചിറക്കിയിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ പെൺകോന്തം കേജില്ലേ, ഞാനൊരു കാര്യം പറയട്ടെ. ധൈര്യത്തോടുകൂടി പറയുന്നേ, അല്ലേ ഇപ്പൊ വീടും കേട്ടാ എക്സ്ട്രാ വെച്ച് പറയുന്നേക്ക്. നമ്മള് അയാളെടുത്ത് ഇതൊന്ന് മുഴിപ്പിക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് വാ. കോച്ച് മാത്രം ഒന്ന് ബാക്ക് സൈഡിലോട്ട് വന്നേ. നമ്മള് പറഞ്ഞെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അണ്ടി ഫാക്ടറിയിലുള്ള അമ്മിണിയില്ലേ, അമ്മിണിയല്ല കൺമണി. പെട്ടെന്ന് തെറ്റിപ്പോയതാ. അണ്ടി ഫാക്ടറിയിലെ കൺമണി നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ ഇതാക്കിയിട്ട് കേജിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. ഈ അണ്ടി ഫാക്ടറി ഓപ്പൺ ആക്കാൻ വേണ്ടിട്ട് ഒരു 3000 കോടി നമ്മള് കേജിന് കൊടുത്തിട്ടുണ്ട്. കൂട്ടണോ? 3000 കോടി മതി. ഒരു 3500-4000 ആക്കാം. ഇല്ല 3000 കോടി മതി. ഇങ്ങേര് വന്ന ഉടനെ എന്റെ കാര്യം
ഇത് 3000 കോടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് KK എടുത്ത് പറയാണ് ജോണി പാപ്പൻ ആണ്ടിലാണ് അടുത്ത സീൻ. ജോണി പാപ്പൻ പറയും KK പിള്ളേര് 3000 കോടി തന്നിട്ട് അത് ഇതുവരെ കേജ് പോയി. നമ്മള് കേജിനാ കൊടുത്തേ, KK അറിയത്തില്ല. പക്ഷെ നമ്മള് KK എടുത്ത് പറയും ജോണി പാപ്പൻ അങ്ങനല്ല സ്റ്റോറി. എങ്ങനെയാ സ്റ്റോറി എന്ന് പറഞ്ഞാ കേജ് എന്നോട് ഉറപ്പ് പറഞ്ഞ് ഈ ബിസിനസ് ചെയ്യാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞ് നമ്മൾ അണ്ടി ഫാക്ടറി എല്ലാം കൊണ്ട് കാണിച്ചിട്ട് പുള്ളി പറഞ്ഞ് പുതിയ മെഷീനറിയും പുതിയ സാധനങ്ങളും എടുത്തോളാൻ. പുള്ളി പറഞ്ഞത് കേട്ടിട്ടാണ് നമ്മൾ മെഷീനറി മേടിച്ചത് 3000 കോടിക്ക്. 3000 കോടി രൂപ കൊടുത്തിട്ട് പിന്നെ പുള്ളി ഇല്ല, മെഷീനറി ഇല്ല, ഒന്നുമില്ല. അല്ല മെഷീനറി മേടിച്ച് നമ്മൾ ഇവിടെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണിക്കാൻ പറഞ്ഞാ കൊണ്ട് കാണിക്കാം. പക്ഷെ ഈ 3000 കോടി 3000 കോടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഷീനറി ഉണ്ടല്ലോ, പിന്നെ നമ്മൾ 3000 കോടിക്ക് ഇങ്ങനെ വാങ്ങിക്കും. അങ്ങനല്ല പറയുന്ന കേക്ക്. 3000 കോടിയുടെ സാധനം നമ്മൾ ഓൾറെഡി മേടിച്ചു വെച്ച് ഇനി ഒരു 10000 കോടിയുടെ മൊത്തം 13000 കോടിയായിരുന്നു ഡീല്. ഇനി ഒരു 10000 കോടിയുടെ 10000 കോടി ഇനി ഒരു 10000 കോടിയോടെ തന്നാ നമ്മൾ ബാക്കി അണ്ടി ഫാക്ടറി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് ഫാക്ടറി മേടിച്ച് കുറച്ച് അണ്ടിയും വിതറിയും 10 പേരെ കൊണ്ട് നിർത്താം. ഇവിടാണെങ്കിൽ ഇഷ്ടം ആണുങ്ങൾ പോലും പെണ്ണുങ്ങൾ ഇഷ്ടം പോലും ഉണ്ട്. ഇപ്പൊ ഈ ഗ്യാങ്ങിന് വെളിയില് നമുക്ക് ഇവന്മാരൊക്കെ ഗേൾ ഫ്രണ്ടിനെ എല്ലാം വണ്ടി എല്ലാം കൊണ്ടുവന്ന് എല്ലാത്തിനെയും കൊണ്ട് നിരത്തി പറക്കോടെ നിർത്താം. കാര്യം പറയുന്നറിയോ, പുള്ളിക്കാരൻ എടുപിടിയെന്നൊന്നും പറയണ്ട, മാസം ഒരു 500 കോടി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നോട്ടെ. ഞാനിപ്പം ജോഗിക്ക് വേണ്ടി കള്ളനായിട്ട് ചിന്തിക്കുകയാണ്. ഞാൻ എന്റെ മനസാക്ഷികളൊന്നും ചിന്തിച്ചോട്ടെ ഒരു മിനിറ്റ്. 500 1000 കോടിയോ ജോഗി മാസം 1000 കോടി 1000 കോടി 1000 കോടി. അപ്പൊ 1000 കോടി വെച്ച് പുള്ളി തരുവാണ്. അപ്പൊ തരാൻ പറ്റത്തില്ലെന്ന് പുള്ളി പറയുവാണെങ്കിൽ അവിടാണ് നമ്മുടെ ജോണി പാപ്പന്റെ സാധനം. ജോണി പാപ്പൻ പറയാണ് KK ഇത് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇനി KKയുള്ള ഗൺ ഡീലിങ്സ് നമ്മൾ ആകെപ്പാടുള്ള ഡീലിങ്സ് ആയിട്ട് ഈ സിറ്റിയിൽ സഹകരിച്ചു പോകുന്നത് TVയും KVAക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണും എന്ന് ജോണി പാപ്പൻ അങ്ങ് എടുത്തിടും. പിന്നെ KK കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം എന്റെ കയ്യിലാണ് ബോൾ. എന്താണ് ബോൾ എന്ന് പറഞ്ഞു? ഞാൻ ഗോൾ അടിക്കത്തില്ലേ, ഞാൻ അവിടെ വെച്ച് അറിഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ വേറെ കാര്യം പറയട്ടെ ജോഗി. ഇനി ഇൻ കേസ് ഞാനിപ്പോ എക്സാമ്പിൾ പറയാണ്. അതായത് KK എടുത്ത് നമ്മൾ പറയുക KV റെഡി അല്ല. ഇതാരാ നമസ്കാരം. എന്തൊക്കെയാണ് പരിപാടി? എന്താ ഇവിടെ കുത്തിയിരിക്കുന്നത്? ഇങ്ങനെ ഞങ്ങള് കാഷ്വൽ ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഇപ്പൊ ഇവിടെ കാണാറില്ലല്ലോ, എവിടെയായിരുന്നു? എന്നാ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് പോവായിരുന്നേ. അപ്പൊ ചിലപ്പോ നാളത്തേക്ക് പോയാന്ന് പറഞ്ഞ്. ആണല്ലേ? ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് അറിയാം. ഉപദ്രവം ഉള്ളത് അവർക്കറിയാം. ഉപദ്രവം കൊണ്ട് ഉപകാരമില്ല, ഉപദ്രവം ഉള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് വരണ്ടെന്ന് പറഞ്ഞത്. മനസ്സിലായോ? വിഷമം വേണ്ട. എന്നാലും പോർട്ടബിൾ ഉണ്ട്. റെസ്പെക്ട് അല്ലേ? കുഴപ്പമില്ല, എത്ര മതി? 200 എല്ലാത്ത റെസ്പെക്ട്. കളിച്ചാരല്ലോ ഇങ്ങനെ ഇരിക്കണേ. എവിടുന്നൊക്കെ വരുന്നടാ, നോക്കിയടാ ചുറ്റിരിക്കുന്ന ആർമി പ്ലേയേഴ്സിലേക്ക് ഒന്ന്. പറഞ്ഞു നോക്കി. ഡാം എടാ ചന്ദ്ര അറിഞ്ഞോ? എടാ ഇവിടെ ഇവിടെ വെള്ളക്ഷാമം വരാൻ പോണു കുടിവെള്ളത്തിന്. ഇവിടെ ഡാം ഇപ്പൊ അവര് തമിഴ്നാട്ടുകാര് വെള്ളം ഫുൾ എടുക്കുകയാണെന്നുള്ളൊരു പരാതി ഉണ്ടത്. നമ്മള് കടൽ വെള്ളം നമുക്ക് ഉപ്പ് മാത്രം ഫിൽറ്റർ കളഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റിയ പോരാണ്. ഇല്ല നമുക്ക് ഞങ്ങൾ അതിന്റെ ഒരു ചെറിയ സമരത്തിന്റെ കാര്യം സംസാരിക്കാൻ ഞങ്ങൾക്ക് അങ്ങോട്ട് ഒരിടത്ത് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു. അതിന്റെ കാര്യം ജോക്കി ഇപ്പൊ പറഞ്ഞതേ. എന്താടാ അതെന്താ അങ്ങനെ പറഞ്ഞേ? കഴിഞ്ഞ വട്ടം ഇതേപോലെ സമരത്തിന് പോയി കല്ലറിയും കൊണ്ടാണ് കല്ലറിയും കൊണ്ട് അടിയും കിട്ടി. എടാ ഒരു മിനിറ്റ്, എനിക്ക് ഓസിയിലെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോള് വരുന്നു. ഒരു മിനിറ്റ്. എന്നെ കൊണ്ടുവന്നോ ചേട്ടാ? നമുക്ക് സോൾവ് ആക്കാം. അവർക്കും വെള്ളം വേണം, നമുക്ക് വെള്ളം വേണം.
അത്രേ ഉള്ളൂ രണ്ടുപേർക്കും വെള്ളം വേണ്ടുന്ന രീതിയിൽ solve ചെയ്യാം. നോയ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ പിടിച്ച് കൊണ്ടുപോകും. ഞാൻ ലൊക്കേഷൻ പറഞ്ഞോളൂ കറക്റ്റ് ആയിട്ട് കാക്കനാടുള്ളത്. അടിക്കുമല്ലോ നിന്റെ മറ്റേ പാണ്ഡിതുരയൊക്കെ വരും അവിടെ നിന്ന് വണ്ടിയിലൊക്കെ വരും. ആലോചിച്ചോക്ക് ഒരു തമിഴ്നാട് വണ്ടി മിണ്ടാതിരിക്കടാ, ഒന്നാമത് വാടകയ്ക്ക് എടുത്ത് തമിഴ്നാട് വണ്ടി വാടകയ്ക്ക് എടുത്ത് ഏയ്, ഇന്ന് ബാംഗ്ലൂർ പോകാനുള്ളതാ. ഞാൻ ഒരു കാര്യം പറയാം, അവന്മാർ തമിഴ്നാട് ബൗണ്ടറി വെച്ച് എന്നെ ഫ്ലൈറ്റിൽ ഇറങ്ങിട്ട് എന്തിനു ചെയ്യും? അണ്ണനെ അറിയില്ല മഷിയെ കളയവന്മാര്. പറഞ്ഞ പോലെ കോച്ച് വിട്ടിരിപ്പുണ്ട്. ഒരു കാര്യം പറയണ പണ്ട് മറ്റേ ബൂട്ട് ക്യാമ്പ് തല്ലാൻ വന്നപ്പോ ആദ്യം ഇറങ്ങി പറ്റിയ ഫ്ലാറ്റിൽ ചാടാവുന്ന ആളാ. താഴോട്ട് ചാടാവുന്ന ആളാ. ഞാൻ ഉള്ളപ്പോ എന്തിനു പേടിക്കുന്നത്? നമ്മളങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഒരു ചെറിയ വള്ളി വെച്ചായിരുന്നല്ലോ പണ്ട് താഴത്ത്. എടാ ഒരു മിനിറ്റ് കോച്ച് ഒന്ന് കൊണ്ടുവന്നേ. കോച്ച് ജോക്കി ഒരു മിനിറ്റ് ജോക്കി. ഞാൻ അതല്ല ഇപ്പൊ പോവല്ലേ? ഇപ്പൊ പോവാ. ആ ശരി ഒരു കോച്ചൊന്ന് വന്നേ. கோச் എന്തായിരുന്നു இன்ஃபர்மேஷன்? மிஸ்டர் ரெக்ஸ்லயே ஒரு புள்ளி கன் செல் பண்றான். அதுக்கு என்ன பண்ண முடியும் நம்ம? அவங்க கேங் மிஸ்டர் எக்ஸ் டீம்ல இருந்தே ஃபிரோசா இக்கா ഫിറോസിക്ക ഒരു 2 days ഒരു 100 ഗൺസ് സെൽ ചെയ്ത് അതിക്ക് മുൻപ് ഒരു 100 ഗൺസ് സെൽ ചെയ്ത് ഈ ഇൻഫർമേഷൻ. എടാ ഇതിലും വലുത് നമുക്ക് എന്ത് വേണം കോച്ച്? ഇന്ന് കേക്ക് ഞാൻ അങ്ങ് നിർത്തി പൊഴിക്കും. ഞാൻ ഇന്ന് കണ്ടോണേ. ഇത് ശരിക്കും ജെന്യുവൻ ഇൻഫർമേഷൻ ആണോ? അവനെ വിളിക്കാം. അവൻ ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കട്ടോ. ഉനക്ക് ലൗഡ് സ്പീക്കറിൽ ഇടറേ. ഈ തല്ലിവാ എടടാ പോണേ. ഇന്ന് കേക്ക് അങ്ങ് നമ്മളിങ്ങനെ വാടപ്പിക്കുന്ന കണ്ടോ കേക്ക്? ഞാൻ എങ്ങനെ ഇത് ഡീൽ ചെയ്യാൻ പോകുന്ന കണ്ടോ നിങ്ങൾ? കേക്കാമോ? ഹലോ കേക്കാം. ഹലോ പറ. കോച്ചിന് പറഞ്ഞില്ലേ? തിരിച്ചു പറ. എന്താ നിന്റെ പേരെന്താടാ? നിന്റെ പേരെന്താ? ജീമോൻ. ഇവ പുള്ളി ആക്ച്വലി മുന്നാടി ഗൺ സെയിൽ ചെയ്തിട്ടുണ്ട്. അല്ല പുള്ളി ഗൺ സെയിൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇവനെ ഗൺ സെയിൽ ചെയ്ത് നിർത്തിയതാ. ആണല്ലേ? നീ ഇന്ന് സിറ്റിയിൽ ഉണ്ടാവോ? ഇന്ന് ഞാൻ ഇപ്പൊ ടീഡിയം കളിക്കാൻ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും. നാളെ ഒരു 10 കോടി തന്നാൽ എങ്ങനെയാ നിക്കാവോ? ഇല്ല, ഞാൻ ഒസാമന്റെ കൂടെ ജോലിക്ക് കയറാൻ നിൽക്കായിരുന്നു. 10 കോടിയൊക്കെ കൂടുതൽ അവര് തരുന്നു. അവിടെ തരുമായിരിക്കും അല്ലേ? ഇല്ല പ്രശ്നമില്ല, അപ്പൊ വരാം. എവിടെ ഉണ്ട്? അല്ല ഇപ്പഴല്ല, നമ്മളെ വിസ്റ്ററക്സിനെ കാണാൻ പോണതേ ഉള്ളൂ. അന്നേരം വിത്ത് പ്രൂഫ് നമുക്ക് കാര്യങ്ങൾ ഇതാക്കണേ. പക്ഷെ ഈ ഫിറോസിക്കാരനത് ഇപ്പൊ മിസ്റ്റർ എക്സിൽ ജോയിൻ ചെയ്തിക്കണേ. മിസ്റ്റർ എക്സിൽ ജോയിൻ ചെയ്തിരിക്കണം അവൻ. അതിന് ഈ മിസ്റ്റർ എക്സിൽ അവൻ ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? അതെനിക്കറിയില്ല, ഒരു 1 week 2 week ഒക്കെ ആയിട്ടുണ്ടാവും. 2 week ആയിട്ടുണ്ടാവും. അതിന് മുമ്പാണോ അവൻ നിനക്ക് ഗണ്ണെടുത്ത് തന്നോണ്ടിരുന്നേ? ഞാൻ അപ്പോൾ ചോദിച്ചപ്പോ ഗണ്ണുണ്ടെന്ന് പറഞ്ഞ എത്ര എണ്ണം വേണമെന്നൊക്കെ ചോദിക്കാ. അപ്പൊ അതിനു മുമ്പ് നിനക്ക് എത്ര ഗണ്ണെങ്കിൽ തന്നിട്ടുണ്ടാവും അവൻ? ഞാൻ ഒരുമിച്ച പോക്ക്. മൂപ്പരാണ് ഡീലൊക്കെ ചെയ്തത്. ഞാൻ മൂപ്പരെ കൂടെ പോക്കാം. മൂപ്പരെ കൂടെ പൊക്കാമെന്നോ? മനസ്സിലായില്ല. മൂപ്പരെ കൂടെ പോക്കാണെന്ന്. പോക്കാണെന്നോ? എന്നാൽ ഒരു ആവറേജ് എത്ര ഗണ്ണ് വിറ്റിട്ടുണ്ടാവും? അതെനിക്കറിയില്ല. എത്ര 150 അങ്ങനെ എന്തോ പറഞ്ഞേ. ഓക്കെ. ഈ മിസ്റ്റർ എക്സ് കേറുന്നതിന് മുമ്പ് പുള്ളി നോർമൽ സിറ്റിസൺ ആയിരുന്നോ? സിറ്റിസൺ. ആ സിറ്റിസൺ ആയിരുന്ന സമയത്ത് പുള്ളിക്ക് എങ്ങനെയാ ഗണ്ണ് കിട്ടിയെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതെന്തോ ഏതൊരു ബോസിന്റെ അടുത്ത് വാങ്ങലെന്ന് പറഞ്ഞു. ബോസിനോട് ചോദിച്ചിട്ടാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത്. ആ ബോസിന് മുമ്പ് ചന്ദ്രൻ എന്നൊരു പേരുണ്ടോ? അതറിയില്ല, ബോസ് എന്ന് മാത്രം അറിയില്ല. ഇത് കറങ്ങി തിരിച്ച് ജീവിയെ തന്നെ വന്നു കോച്ച്. ബോസിനെ പറ്റി എന്തെങ്കിലും ഒരു നേരിട്ട് കണ്ടിട്ടുണ്ടോ? ലീഡർ എന്നൊക്കെ മനസ്സിലായോ? ലീഡർன்றതാ ബോസ് എന്ന് പറയാ. ഓ അങ്ങനെ പേരല്ല ബോസ്. ഓ ഓക്കെ ഞാൻ ഒരു ചോദ്യം തെറ്റിദ്ധരിച്ചു കേട്ടോ. ഇപ്പൊ ഇത്
ഹലോ 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 പറയടാ, നിന്റെ വീഡിയോ കാണുന്നില്ല. അണ്ണന്റെ വീഡിയോ കാണുന്നില്ല, ഓണാക്ക്. അതെ ഇപ്പൊ കാണാം. നീ എവിടെ ഇരിക്കുന്നു? ഞാൻ ഇവിടെ എവിടെ? കാട്ടില്. എനിക്ക് നിന്നെ കാണുന്നില്ല. എനിക്ക് അണ്ണനെ കണ്ടുകൂടാ. കൂടെ വെച്ചിട്ട് ஹலோ ആ அவன் சம்சாரிச்சு அவன் ப்ரூஃப் ஆயிட்டு உன்னால என்ன எடுத்துட்டு வர முடியும் ചോദിച്ചു. ஓகே ആ ആ டீலரை கன் டீலர் பண்ற மாதிரி ഇവിടെ എടുത്തിട്ട് വരാൻ அப்படின்னு പറയാം. ഇല്ലില്ല, നമുക്ക് തൽക്കാലത്തേക്ക് ഇന്ന് അങ്ങേരുടെ അടുത്ത് പിടിച്ചു വെക്കിയത് മതി, മനസ്സിലായ? ഹലോ ആ പറയടാ. ജായ് അതെവിടെ? കാട്ടില് കൊമ്പാച്ചന്റെ മലക്കയുടെ പോണ്ട്. പക്ഷെ ഈയിടക്ക് സ്വന്തം ടിക്കറ്റ് മേടിച്ച് ബാനായ കൊമ്പാച്ചനില്ലേ? എന്താണോ നിനക്ക് വിടറാ? അണ്ണ അറിഞ്ഞില്ലേ സിറ്റി എക്സ്ലാൻഡിസിന്റെ അവാർഡൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഒരാള് സ്വന്തമായിട്ട് ടിക്കറ്റ് മേടിച്ച് സ്വന്തമായിട്ട് 30 ദിവസം ബാൻ മേടിച്ചു പോയത്. നിനക്ക് അതെന്റെ ഞാൻ ഇത് 5 വർഷമാണ് ഈ ഒരു ഫീൽ പറഞ്ഞിട്ട്. ഇതുവരെ ഞാൻ ഇങ്ങനെ സ്വന്തത്തിൽ ടിക്കറ്റ് അടിച്ച് 30 ദിവസം ബാൻ മേടിച്ച് ആരെ കണ്ടിട്ടില്ല. പെട്ടെന്ന് അവനെ കണ്ട അടുത്തൊന്ന് എന്താ പറയല്ലോ. ചരിത്രത്തിൽ എഴുതപ്പെടും. ഇവിടുത്തെ എല്ലാ തൂണുകളിലും, ലോസ് ആൻഡസ് എല്ലാ തൂണുകളിലും അറിയപ്പെടും. ചന്ദ്ര എന്താണ്? ചന്ദ്ര അവരുടെ ആളാണോ? ചന്ദ്രൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ആ കാര്യം. ചന്ദ്രൻ അറിഞ്ഞിട്ടില്ല. ചന്ദ്രനെ ഒന്ന് വിശദീകരിച്ച് ഞാൻ പറയാം. ചന്ദ്രു, നമ്മുടെ ഇത് സത്യം പറഞ്ഞ ഇത് റയറായിട്ട് ഇന്നൊരു നമ്മുടെ മനുഷ്യർക്ക് അറിഞ്ഞത് പറ്റാത്തൊരു കാര്യമാണിത്. ആദ്യമായിട്ടാണ് ഇത് നടന്നത്. നമ്മുടെ RP ഹിസ്റ്ററിയില് എഴുതപ്പെടേണ്ട ഒരു ചരിത്രമാണിത്. കണ്ടുപിടിച്ചോ? ഒരു പയ്യൻ സ്വന്തത്തിൽ ടിക്കറ്റ് അടിച്ച് ഓപ്പോസിറ്റ് ഗ്യാങ്ങിനെതിരെ. പക്ഷെ അവസാനം ആ പയ്യൻ തന്നെ 30 ദിവസം ബാൻ മേടിച്ചു പോയി സ്വന്തം ടിക്കറ്റ്. നമ്മുടെ കൂട്ടത്തിൽ സിറ്റുവേഷൻ നടന്നടാ ചന്ദ്ര ഇന്നലെ. നമ്മുടെ സിറ്റുവേഷൻ ആണോ? അല്ലല്ല, ഇന്നലെ T47 ആയിട്ട് ഒരു സിറ്റുവേഷൻ നടന്നപ്പോഴേ വീഡിയോ വലിച്ചു പുള്ളി. വീഡിയോ വലിച്ചിട്ട് അവര് അഡ്മിൻസ് VC വരാൻ പറഞ്ഞപ്പോ അവിടെ നിന്ന് PO ഇല്ല. 30 ദിവസം PVP വൻ. എന്താ കണ്ണാപ്പി? കളിയാക്കി ചിരിക്കാറില്ല. കുറച്ച് അഡ്മിനെ തന്നൊക്കെ വിളിച്ച് ബാൻ മേടിച്ചവനൊക്കെയാണ് ഇത് കളിയാക്കണത്. ഓരോ ജോഗി പക്ഷെ പണ്ടത്തെ അണ്ണുവിന്റെ വാസുണ്ണ വിളിയാണ് എനിക്ക് കുറച്ചൊരു ഇഷ്ടം കേട്ടാ. എടാ അത് എന്തിനാണെന്നറിയോ അങ്ങനെ വിളിച്ചോണ്ടിരുന്നത്? ചന്ദ്ര ശരിക്കും അന്ന് ഇതായിട്ട് വിളിച്ചോണ്ടിരുന്ന. പിന്നെ പുള്ളിയുടെ മുമ്പിൽ ഒരു മാസ് അടിക്കാന്ന് വിചാരിച്ച് വന്ന. അപ്പോഴത്തെ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് പുള്ളി ഇപ്പൊ AFK ആയിട്ട് നമ്മളെന്തിനു പറയണമെന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോക്കി വന്ന ഉടനെ എന്റെ തങ്കാരിക്കേ നിർത്താൻ എന്റെ തങ്കാരിക്കും. അണ്ണു അണ്ണു പോവാം. എന്താടാ അണ്ണാ നമ്മള് അലീനയൊക്കെ ഇല്ലേ അണ്ണാ ട്രഷോപ്പിൽ നിന്നപ്പം മറ്റേ BCZ എന്ന് പറഞ്ഞ ഗ്യാങ് വന്നിട്ട് അത് ചോദിക്കണം. മെയിനായിട്ട് വന്നേ എന്റെ പെണ്ണടിച്ചു ചോദിക്കണം. ചുമ്മാ ഒന്ന് അടിച്ചു. നിന്റെ പെണ്ണാ? നിനക്ക് വേണ്ടതല്ലേ പറഞ്ഞേ? വേണ്ടാത്ത പെണ്ണിനെ ആരെങ്കിലും അടിച്ചോണ്ട് പോയത് നമ്മളെന്തിനു ചോദിക്കണം? അടിച്ചോട്ട് പോയില്ല, അടിച്ച് വെടിവെച്ചത് മറ്റേ ഒരേ വെള്ളം വലിച്ചു കയറുമല്ലേ അണ്ണാ. എന്നിട്ട് അടിച്ചിട്ടാണ് അടിച്ചിട്ട് അവള് വന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത്. അപ്പൊ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിനാണല്ലോ അണ്ണാ. അപ്പൊ ഞാൻ പോയി, ഞാൻ ഒറ്റയ്ക്ക്. പിന്നെ നമ്മളെ കോച്ച് ഉണ്ടായിരുന്നു എന്റെ കൂടെ. സംസാരിക്കാൻ പോയി. അവരെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിന്ന് അവരെ വിളിച്ച് എന്തിനാ അടിച്ചെന്ന് ചോദിച്ചപ്പോ ആദ്യം വന്ന് മാനിയത്ത് സംസാരിച്ചു. പിന്നെ വന്ന് ഭയങ്കര കോണ അണ്ണാ.
അഡ്മിൻ വന്ന് ഇറങ്ങിട്ട് പറഞ്ഞ് സിവിലിയൻ സിറ്റുവേഷൻ ഈ ചേട്ടൻ പോരാ മറ്റേ ചേട്ടൻ വേണോന്ന്. ചേട്ടൻ പറഞ്ഞു ചേട്ടാ പറഞ്ഞു മറ്റേ ചേട്ടൻ വന്നാലും ഒന്നും നടക്കത്തില്ല. 4 പേരെ പറഞ്ഞിട്ടാ ഇവിടുന്ന് അവര് ഒരു 25 പേര് ഉണ്ടെങ്കിൽ ആ റൂള് പറഞ്ഞ അഡ്മിൻ നമ്പർ അവര് 30 പേരുണ്ടെന്ന് പറഞ്ഞു. അത് അവസാനം കൂവിയൊക്കെയാണ് വിട്ടാണ്. ഒരു മിനിറ്റ് ഹലോ 10 മിനിറ്റ് വരാന്ന് പറഞ്ഞായിരുന്നു. അയ്യോ ദേ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുക ഡാമിന്റെ ഇവിടെ ഡാമിന്റെ താഴത്തെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കേക്കെ വന്നെന്ന് തോന്നുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് ഒന്ന് നോക്കി നോക്കിയേ. ഡാമിൽ വെള്ളം തുറന്നിട്ടേ ഭയങ്കര റോഡ് മൊത്തം ഇതായി. ഞങ്ങൾ ആ സൈഡിൽ വന്നു, ഇനി അപ്പുറത്തെ സൈഡിൽ കൂടെ കറങ്ങി വരണം. അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഞാൻ അതിൽ കൂടെ വന്നേ, ഞാൻ അതിൽ കൂടെ കാട് കയറിയാ വന്നേ, ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അല്ല ഞാൻ സ്ട്രേറ്റ് കാട് കയറല്ല, ഞാൻ മെയിൻ റോഡിൽ കൂടെ വന്നേ. അതാ പ്രശ്നം. മെയിൻ റോഡിലല്ലേ പാലം, മണി ട്രഫിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള പാലം. ആ പാലത്തൂടെ ഞാനും വന്നിട്ടോ, കറക്റ്റ് പാലം. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോയപ്പോ വെള്ളം വലിഞ്ഞ് തിരിച്ചു പോകണ്ടായിരുന്നു. ഇത്ര റിസ്ക് എടുത്ത് എന്താ പെട്ടെന്ന് വരും 2 മിനിറ്റ്. ശരി എടാ പറ എന്നിട്ട് പുറത്ത് അലീനെങ്കിൽ വാ പോയി നോക്കിട്ടെ വാ അണ്ണ കേറി അടിക്കാവാ. നീ ക്യാരി അടിച്ച് കയറിയാ മതി, ഞാൻ വണ്ടി എടുത്തോളാം. വാ ഇങ്ങോട്ട്. ചന്ദ്രന്റെ വണ്ടി പാർക്കിയിട്ടുണ്ട്, തട്ടല്ലേ? ഇത് എവിടെ പോവാ? അല്ല ഇതിപ്പോ എന്താ പരിപാടി? ജോക്കി എന്നെ കേക്ക് കടന്ന് വിളിക്കുന്നേ. കേക്കര ഫുൾ ഫോം എന്തിനാണ് അണ്ണ? ഇതുണ്ട് പാർക്കിംഗ് ഉണ്ട്, മുകളിലോട്ട് നോക്കിയാ എന്തൊരു ലാൻഡിങ് കളിയത്. എടാ ഈ നിന്റെ ഈ പിഴച്ചിറക്കണേ ഇവിടുന്ന് പറഞ്ഞു. മകനെ രണ്ടുപേരും സ്വാഗിൽ ഇരിക്കുന്നവരാ. ജോക്കിയുടെ മുടിയൊക്കെ ഇട്ടതാരാ? ഹലോ ആരാ? ചന്ദ്ര നീ എന്താ ഒരു കാര്യം എടാ ഞാൻ വേറെ കാര്യം ഇപ്പൊ വന്നാ പോരെ? അണ്ണൂന്റെ കമാൻഡോസ് വഴിയെ പോണൊക്കെ സ്വാഗ് ഇട്ടിരിക്കുന്നത്. ഷെഡിപ്പുറത്ത് അവനെ കയറ്റി വിളിച്ചു. ഹയാബുസിലാണോ അലീന വന്നേ? എടാ എവിടെ അമ്മ എവിടാ? എന്നെ കൊണ്ടുപോയാ? കിളമ്പി കൊണ്ടുപോയാ? നീ പറഞ്ഞു, ബാക്കി ഞാൻ പറഞ്ഞോളാം. തുടക്കത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലേ, അത് ബാക്കി ഞാൻ പറഞ്ഞോളാം. നീ പറ, എനിക്ക് തമിഴ് തരുമോ? നിനക്ക് തരുമേ? നീ സൊല്ല്. തമിഴ് റാപ്പാടാ ഇത്. നീ മര്യാദക്ക് മനസ്സിലാവുന്ന ഭാഷ പറ. அதுக்கப்புறம் த்ரீசா மாமில ட்ரெஸ் ஷாப்ல அவட நின்னுந்தோ. அப்ப த்ரீசா மாமி എന്താ പറഞ്ഞേ? அங்க எல்லாரும் அவட நிக்கும்போது அப்ப வந்து வெறுதே வெடி வச்சிருந்தாங்க பிசி செட்ல. ஓகேவா? விஎன்வி வண்டி இருக்குல, அதனால வெடி வைக்கும்போது த்ரீசா மாமி மேல 2 புல்லட்ஸ் வந்து பட்டது. அப்போ த்ரீசா மாமி அவட போய் சோதிச்சாங்க, எந்த பிரச்சனை, எதுக்கு இந்த மாதிரி வெடி வச்சீங்க? சோதிக்கும் போது தெரியாம மேல ஒரு வாட்டி அடிச்சிட்டு. அப்ப உடனே அவங்க என்னன்னா பிரச்சனத்தை கூடுதலா சம்சாரிச்சு அவட வெடி வச்சு டவுன் ஆகி. அவட அம்மா மாதிரி இப்ப சொல்லுங்க ராய் മാമ. അമ്മാമ അവര് രണ്ടും അടിച്ചിട്ടുണ്ട്. അമ്മാമയല്ല, അവന്റെ അമ്മേനെ, അതായത് അലീനേയും അടിച്ചിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ വന്ന് ഇവരെ രണ്ടുപേരും വിളിച്ച് നേരെ ഗ്യാങ് ഹൗസിൽ പോയി. കേവി ഒരു സൈഡില് ത്രീസേനെ അടിച്ചോണ്ട് അവിടെ ആരെ ഗേൾഫ്രണ്ട് ആണ് ത്രീസ. അപ്പൊ കേവി ഒരു സൈഡില് നമ്മളൊരു സൈഡില് നമ്മൾ വിളിച്ചിട്ട് സംസാരിച്ചപ്പോ ആദ്യം സംസാരിച്ചു വന്നിട്ടാണ് ഭയങ്കര കൊണയായിരുന്നു, അടിച്ച് മറ്റേത് മറക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആ സമയത്ത് നമ്മൾ തിരിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ അഡ്മിൻ ഇറങ്ങിട്ട് പറഞ്ഞു സിവിലിയൻ സിറ്റുവേഷനിൽ ഇടപെടാൻ പറ്റില്ല, മാറിപ്പോകാൻ പറഞ്ഞു. പറഞ്ഞമാര്
എന്നിട്ട് മറ്റേ ഊക്കലും പോത്തീറ്റലും ഒക്കെ ആയിരുന്നു. ഭയങ്കര കൊണയായിരുന്നു. കൈവച്ചിട്ട് വെക്കമല്ലേന്ന് ചോദിച്ചിട്ടാ വാസുനാണ്. അവൻ തിരിച്ചു വന്നിട്ട് ഇല്ലടാ എന്നടാ பண்ணுவே എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് കേറി കൊണച്ചിട്ട് സിരി സിരി അന്നേരം ഒരു 32 പേരുണ്ടായിരുന്നു അന്നേരം. അവന്മാര് വണ്ടിയൊക്കെ ഇട്ടിട്ട് ക്യാൻവാസിന്റെ ഫ്രണ്ടിൽ കൈയടി ചിരിയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞോണ്ടാ. എത്ര പേരുണ്ടോ ഇപ്പൊ സിറ്റിയില്? നമ്മള് സിറ്റുവേഷനിലാണോ? ശരിയല്ല, അതുകൊണ്ടാണ് പിന്നെ വന്നിട്ട് ചോദിച്ചിട്ട് എടുക്കാൻ. എടാ മോനെ, എടാ ഞാനൊരു കാര്യം പറയട്ടെ. 2 ദിവസം ഇവന്മാരുടെ സിറ്റുവേഷൻ കഴിഞ്ഞ് നാളെ ഇവന്മാരിവിടെ കേറുവാണെങ്കിൽ ഇവന്മാരെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കത്തിച്ചിരിക്കും. അത്രയുള്ള ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. ഇവന്മാരെ വളർത്തിയിട്ട് കത്തിക്കും. പെരിയപ്പ എന്നാണ് പറഞ്ഞത് അവൻ. ആ കേട്ടാ, കൂട്ടിയിട്ട് കത്തിക്കും, ഒരു സംശയമില്ല. ഉറപ്പാണെന്ന് പറഞ്ഞ ഉറപ്പാണ്. കോച്ച് അടിക്കാൻ കോച്ച് നമുക്ക് കോച്ചിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ അമ്മമാര് அப்படிதான்டா பண்ணுவேன், என்னடா பண்ண முடியும், முடிஞ்சதை பாத்துக்கோ அப்படின்ற மாதிரி. ഓക്കെ 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 നാളെ പന്നി കുത്തിട്ട് കോച്ചിനെ തന്നെ ഇട്ട് കൊടുക്കും. അത് കൊടുക്കാവേ. അല്ല നീ അടിക്കണ്ട ഒരാഴ്ച വെളിയിരിക്കും. അതെന്താ? നാളെ ഞാനും ഇല്ല. ആ പറഞ്ഞു പക്ഷെ ഇപ്പൊ അടിക്കായിരുന്നു ഇവന്മാർക്ക് സിറ്റുവേഷൻ ഇല്ലായിരുന്നെങ്കിൽ. ലീഡ് കിട്ടി. എനിക്ക് തോക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കൺസൈൻമെന്റ് അവന് അടിച്ചോണ്ടിരിക്കുവാണെന്നൊക്കെ പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ ഇന്നലെ ഒസാമാനെ കണ്ടു. ഒസാമാന്റെ അടുത്ത് നൈസായിട്ട് ഞാൻ ചോദിച്ചു. അപ്പൊ അവന് കുറച്ച് നാടൻ ഡീലിംഗ് ഉണ്ട്, അവന്റെ ഏതോ ഹെഡായിട്ട് ആരോ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു ഗാങ് ലൈവായിട്ട് ഡീല് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ബിസിനസ്മാന്റെ അടുത്ത്. ഗണ്ണോ? അതെ അതെ. 66 CR ബ്ലാക്കിന് 13-30 AR. ഗ്യാങ്ങിന്റെ പേര് ഇങ്ങോട്ട് ചന്ദ്ര ഒരു മിനിറ്റ്. അല്ല വാസന, ഞാൻ എനിക്കറിയണ ഇല്ല, ഞാൻ പറ. അതെ വാസണ ഗ്യാങ്ങിന്റെ പേര് പറയണോ? പറഞ്ഞോ, കേക്കട്ടെ. ഈ എന്ന് തുടങ്ങുന്നതാ സ്റ്റാർട്ടിങ്. മതി. പിന്നെ വേണമെങ്കിൽ ഇനിയും സോളിഡ് പ്രൂഫ് വേണമെങ്കിൽ എനിക്കൊരു ഗണ്ണ് തരാതെ ഞാൻ ഇന്ന് റേഡിയോ കണക്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അവര് ഗണ്ണ് തരാന്ന് പറഞ്ഞിട്ട് കുറെ നേരം അവര് പറയുന്നുണ്ട് ാണെന്നൊക്കെ പറഞ്ഞു. അറിയത്തില്ല. എടാ ഞാൻ നിന്നെ വിളിക്കാം. കേക്ക് കുറെ നേരമായിട്ട് പോസ്റ്റാ. ഞാൻ വിളിക്കാം. എടാ ഈ സിറ്റുവേഷൻ, എടാ ഇവന്മാരുടെ വാർ കഴിഞ്ഞ് ഇവന്മാരെ ഇന്ന് അടിക്കാൻ പറ്റുമോ? പക്ഷെ ഈ സിറ്റുവേഷനിൽ അടിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളൊരു വഴിക്ക് വരെ പോവാ. പോയിട്ട് തിരിച്ചു വരുമ്പോ എനിക്ക് ബിസിസറായിട്ടൊരു വള്ളി എടുത്ത് വെച്ചാ. എടാ എല്ലാം അടുത്ത് സിറ്റി കയറാൻ പറടാ. മൊത്തം നമ്മുടെ എല്ലാം അടുത്ത് സിറ്റി കയറാൻ പറ. കോച്ച് ജോക്കി കോച്ചിന്റെ കൂടെ വാ. ചന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞോ? അല്ല SRK മദാരേ 1 വർഷമായിരുന്നു. ഇന്നാണോ 1 ഇയർ? ഇന്നാണ് 1 ഇയർ. അതായത് നമ്മുടെ TV പാർട്ടിഷൻ ആയിട്ട് 1 ഇയർ ആയി. എടാ നമ്മുടെ എല്ലാം കൺഗ്രാറ്റ്സ് ആൻ. എന്താ പറയാ, നീ ഇവിടെ ഉള്ളതിൽ ഒരുപാട് കാര്യങ്ങൾ നീ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. നിന്നോടാണേലും മന്ദാരത്തിനോടാണേലും അതേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഒന്ന് പോയിട്ട് വരാം ചന്ദ്ര. അർജന്റ് കാര്യമുണ്ട്, ഒന്ന് പോയിട്ട് വരാവേ. ഓക്കെ എടാ വന്നേ
ഇറങ്ങട്ടെ ഞാൻ നീ തിരക്കാന്ന് അറിയാം. പോയിട്ട് പോയിട്ട് നീ ഇന്ന് പോവോ? ഇല്ല നാളെ പോകത്തുള്ളൂ. പക്ഷെ കൊറേ പരിപാടി ഉണ്ട്. പാക്ക് ചെയ്യണം. പിന്നെ ഇഗ്നോർ ചെയ്തു. അന്നു അതന്നെ പീസ് ഹലോ കേക്ക് വരുവോ കേക്ക് അണ്ണ വള്ളി പിടിക്കാൻ പറ്റ കണ്ണാപ്പി വള്ളി പിടിക്കാൻ പോയ കണ്ണാപ്പി റേഡിയോ എല്ലാവരുടെ അടുത്ത് ബി സീസണിനെ എവിടെ കണ്ടാലേ ഒന്ന് ഇത് ചോദിച്ചേക്കണം അമ്മമാരുടെ അടുത്ത് ഒന്ന് നൈസായിട്ടൊന്ന് താറ്റി വിട്ടേരെ. ബി സീസണിന്റെ വാറ് കഴിഞ്ഞ ഉടനെ അവന്മാരെ ഒന്ന് തൂക്കിയേക്കണേന്ന്. ഇന്നടിക്കണം. ജോണി അപ്പാപ്പൻ എവിടെ? വെയിറ്റ് ചെയ്ത് പോയെന്ന് തോന്നുന്നു. അയ്യോ നമ്മുടെ മുതുക്കിലുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ജോണി അപ്പാപ്പാ എടാ കണ്ടം കഴിവേറി ജോണി അപ്പാപ്പാ അതോട് കേറണോ? പിന്നെ അതുകൊണ്ട് അങ്ങോട്ട് കയറി ചോദിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചിറങ്ങി ചോദിക്കേ. ജോണി അപ്പാപ്പാ ഇങ്ങനെ അകത്തൊക്കെ കേറി പോകണോ അടുക്കളയില്? ഫസ്റ്റ് ടൈം If you want solid proof, then ping me. Send me proof. Also, someone leaking this dealing details. ആരും ഇല്ലാന്ന് ഉദ്ദേശിച്ചതാ. മനസ്സിലായി. അത് ഞാൻ ജോണി മാപ്പ എങ്ങനെ എവിടെ ഉണ്ട്? മുതുക്കിനെ പോണ്ടല്ലോ. മുതുക്കിനെ നമ്മൾ എത്തി. മുതുക്കെത്തി നമ്മൾ മുതുക്കെത്തി. അല്ല ബീച്ച് ഇപ്പൊ ബീച്ചിൽ നിന്ന് ഇറങ്ങി റോഡിൽ കയറിക്കും. നമ്മൾ എത്തി. റോഡോട് വരാം. അയ്യോ ഇവിടെ മുട്ടനാള്. ഞാൻ കുറച്ച് പയ്യെ പോട്ടെ. വയ്യ. നീ സ്പീഡിൽ പോടാ. ഒരു സിറ്റുവേഷനില്ലേ? എന്താണ് ബ്രോ? എന്താണ് ചേട്ടാ അത് പറഞ്ഞ അവിടെ വേറെ അടുത്ത സിറ്റുവേഷൻ ആയി പോകും. ജോണിയപ്പാപ്പ പെട്ടെന്ന് കേറ്. ലേറ്റ് ആവില്ല. എന്തിന് ഡിലേ? ജോണിയപ്പാപ്പ കേറ്. ഞാൻ 1.5 മണിക്കൂറായിട്ട് ഇയാളുടെ കോളും കേട്ട് ഞാൻ റോഡ് സൈഡിൽ നിൽക്കുവായിരുന്നു. നമ്മളൊരു വഴിക്ക് പോകും.